നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആനക്കുണ്ട് ബണ്ട് വികസനം പാതിവഴിയിൽ നിലച്ചു. കാട്ടകമ്പാൽ പോർക്കുളം പഞ്ചായത്തുകളിലായി കിടക്കുന്ന ആനക്കുണ്ട് ബണ്ടാണ് അധികൃതരുടെ അനാസ്ഥ മൂലം പാതിവഴിയിൽ നിലച്ചത്. വടക്കേക്കാട് മേഖലയിൽ വ്യാജ തൈര് നിർമ്മാണവും വിതരണവും സജീവം. പ്രതിരോധന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ആലോചിക്കാനായി പഞ്ചായത്ത് തലത്തിൽ പൊതുജനാരോഗ്യ സമിതി യോഗം ചേർന്നു. മേഖലയിൽ പരിശോധനകൾ സജീവമാക്കാനും ശക്തമായ നടപടികൾ സ്വീകരിക്കാനും തീരുമാനം. ചാവക്കാട് മണത്തല വിശ്വനാഥ ക്ഷേത്രത്തിന് സമീപം ദേശീയപാത നിർമ്മാണത്തിനിടെ പാലത്തിന്റെ മുകളിൽ നിന്നും ക്രെയിൻ നിയന്ത്രണം വിട്ടുമറിഞ്ഞ അപകടം. ക്രെയിനിൽ ഉണ്ടായിരുന്ന 3 അതിഥി തൊഴിലാളികൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഗുരുവായൂർ നഗരസഭാ പരിധിയിലെ ചക്കംകണ്ടം തീരദേശ റോഡരികിൽ ശുചിമുറി മാലിന്യം ഒഴുക്കാനെത്തിയ ടാങ്കർ ലോറി ചെളിയിൽ താഴ്ന്നു. വാഹനത്തിലുണ്ടായിരുന്ന ഡ്രൈവർ അടക്കമുള്ളവർ വാഹനം ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു. മാലിന്യം തള്ളാൻ എത്തിയവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് നഗരസഭാ അധികൃതർ. അധികൃതരുടെ അനാസ്ഥ. വടുതല വട്ടംപാടം സെന്ററിൽ മാലിന്യവും ദുർഗന്ധവും. കുന്നംകുളം നഗരസഭയുടെ 1-37 വാർഡുകൾ സംഗമിക്കുന്ന വടുതല സെന്ററിലെ ബസ് സ്റ്റോപ്പിന് സമീപത്തും മറ്റു ഭാഗങ്ങളിലുമായാണ് മാലിന്യ കൂമ്പാരം ഉയർന്നത്. നഗരസഭാ അധികൃതർ സത്വര നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തം. പാട്ടബാക്കി നാടകം വീണ്ടും അരങ്ങിലെത്തുന്നു. CPIയുടെ 100ാം വാർഷികത്തിന്റെ ഭാഗമായാണ് നാടകം വീണ്ടും കേരളത്തിൽ ഉടനീളം അവതരിപ്പിക്കുന്നത്. ഒരുക്കങ്ങളായി. വിശദമായ വാർത്തയിലേക്ക്. പെരുമ്പിലാവിൽ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവം. പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. ആൽത്തറ സ്വദേശി 28 വയസ്സുള്ള ലിഷോയ്, പെരുമ്പിലാവ് കറുപ്പം വീട്ടിൽ 28 വയസ്സുള്ള ബാദുഷ എന്നിവരെയാണ് സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. കഴിഞ്ഞ മാർച്ച് 21 രാത്രി 8:30 പെരുമ്പിലാവ് ആൽത്തറ 4 സെന്റ് നഗറിൽ ഉണ്ടായ സംഘർഷത്തിൽ കടവല്ലൂർ സ്വദേശിയും നിലവിൽ മരത്തംകോട് താമസിച്ചു വരികയുമായ കൊട്ടിലിങ്ങൽ അക്ഷയ് കുത്തനാണ് കൊല്ലപ്പെട്ടത്. കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘമാണ് പ്രതികളെ തെളിവെടുപ്പിനായി കൊണ്ടുവന്നത്. ആനക്കുണ്ട് ബണ്ട് വികസനം പാതി വഴിയിൽ നിലച്ചു. കാട്ടകമ്പാൽ പോർക്കുളം പഞ്ചായത്തുകളിലായി കിടക്കുന്ന ആനക്കുണ്ട് ബണ്ടാണ് അധികൃതരുടെ അനാസ്ഥ മൂലം പാതി വഴിയിൽ നിലച്ചത്. മേഖലയിലെ ഏറ്റവും വലിയ ജലസ്രോതസ്സായ ആനക്കുണ്ട് ബണ്ടിന്റെ ആഴം കൂട്ടി വികസിപ്പിക്കാൻ നഗരസഞ്ചയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1 കോടി രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ മണ്ണെടുപ്പുമായി ഉണ്ടായ വിവാദമാണ് പദ്ധതി പാതി വഴിയിൽ നിലയ്ക്കാൻ ഇടയാക്കിയത്. ബണ്ടിലെ ചെളി നിറഞ്ഞ കളിമണ്ണ് വാങ്ങാൻ 3 കോടി രൂപ ആദ്യം ടെൻഡർ നടപടിയിലൂടെ ഉറപ്പിച്ചിരുന്നു. എന്നാൽ ടെൻഡർ എടുത്ത ആൾ പിന്മാറിയതോടെ പദ്ധതി വൈകി. വീണ്ടും ടെൻഡർ നടത്തി വിൽപ്പന നടത്തിയെങ്കിലും പുതുതായി ഏറ്റെടുത്ത കരാറുകാരനും പിന്മാറി. ബണ്ടിൽ നിന്ന് മണ്ണ് കോരിയെടുക്കാൻ കരാറെടുത്തയാൾ മണ്ണ് ബണ്ടിന് സമീപം തന്നെ കൂട്ടിയിട്ടു. മഴക്കാലത്ത് ഈ മണ്ണെല്ലാം ബണ്ടിലേക്ക് ഒലിച്ചിറങ്ങിയതായി കർഷകർ ആരോപിച്ചു. ആനക്കുണ്ട് വികസനം തുടരുമെന്ന് അധികൃതർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും അതിനുള്ള നടപടികളൊന്നും എടുക്കുന്നില്ലെന്നാണ് കർഷകരുടെ ആരോപണം. വടക്കേക്കാട് മേഖലയിൽ വ്യാജ തൈര് നിർമ്മാണവും വിതരണവും സജീവം. പ്രതിരോധ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ആലോചിക്കാനായി പഞ്ചായത്ത് തലത്തിൽ പൊതുജനാരോഗ്യ സമിതി യോഗം ചേർന്നു. വടക്കേക്കാടും പരിസര പ്രദേശങ്ങളിലും വ്യാപകമായി അന്യസംസ്ഥാന നിർമ്മിത തൈര്, മോര് എന്നിവ അനധികൃതമായി നിർമ്മിച്ച് വിതരണം ചെയ്യുന്നുണ്ടെന്നുള്ള പ്രചരണത്തെ തുടർന്നാണ് ആരോഗ്യവകുപ്പും ഫുഡ് സേഫ്റ്റി വകുപ്പും സംയുക്തമായി പരിശോധന ശക്തമാക്കണമെന്ന് സമിതി അഭിപ്രായപ്പെട്ടത്. നാടൻ തൈര്, മോര് എന്നിങ്ങനെ പല പേരുകളിലായി വിൽപ്പന നടത്തുന്ന എല്ലാ സ്ഥാപനങ്ങളിലും പരിശോധന നടത്തേണ്ടതാണെന്നും ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാനായുള്ള നടപടി എടുക്കണമെന്നും യോഗം തീരുമാനിച്ചു. സ്ഥാപനങ്ങളുടെ പേരും വിലാസവും രേഖപ്പെടുത്താതെ വിൽക്കുന്ന എല്ലാ പാലുൽപ്പന്നങ്ങളും പിടിച്ചെടുക്കാനും തീരുമാനമായി. വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് നബീൽ NMK അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വാർഡ് മെമ്പർമാർ, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, പഞ്ചായത്ത് സെക്രട്ടറി അനിത രാമൻ, വടക്കേക്കാട് സാമൂഹികാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ നിത, ഹോമിയോ ഡോക്ടർ രമ്യ, ഹെൽത്ത് ഇൻസ്പെക്ടർ അശോകൻ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സുജിത്ത് എന്നിവർ പങ്കെടുത്തു. തൈരിന്റെയും പാലിന്റെയും സാമ്പിളുകൾ പരിശോധനയ്ക്കെടുത്തിട്ടുണ്ട്. തുടർ ദിവസങ്ങളിലും കൂടുതൽ സാമ്പിളുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കാനാണ് യോഗത്തിന്റെ തീരുമാനം. എലൈറ്റ് കേരള പ്രീമിയർ ലീഗ് 2024-25 ഫുട്ബോൾ മത്സരത്തിന്റെ 2ാം ദിനത്തിൽ സെന്റ് ജോസഫ് കോളേജ് ദേവഗിരി, കോഴിക്കോട് KSEB ടീമുകൾ മാറ്റുരച്ചു. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ സെന്റ് ജോസഫ് കോളേജ് ദേവഗിരി കോഴിക്കോട് 2 ഗോൾ നേടി ലീഡെടുത്തെങ്കിലും KSEB 1 ഗോൾ മടക്കിയിരുന്നു. 2ാം പകുതിയിൽ ഉണർന്നു കളിച്ച KSEB 1 ഗോൾ കൂടി തിരിച്ചടിച്ചതോടെ മത്സരം സമനിലയിൽ കലാശിച്ചു. തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ച കോഴിക്കോട് ദേവഗിരി സെന്റ് ജോസഫ് കോളേജ് ടീമിലെ ഗോൾ കീപ്പർ C വിഷ്ണു പ്രകാശാണ് പ്ലെയർ ഓഫ് ദി മാച്ച്.
കുന്നംകുളം സിന്തറ്റിക് ഗ്രൗണ്ടിലാണ് മത്സരം നടന്നുവരുന്നത്. വെള്ളിയാഴ്ചത്തെ മത്സരത്തിൽ കേരള യുണൈറ്റഡ് FC മുത്തൂറ്റ് FCയുമായി ഏറ്റുമുട്ടും. ചാവക്കാട് മണത്തല വിശ്വനാഥ ക്ഷേത്രത്തിന് സമീപം ദേശീയപാത നിർമ്മാണത്തിനിടെ പാലത്തിന്റെ മുകളിൽ നിന്നും ക്രെയിൻ നിയന്ത്രണം വിട്ടുമറിഞ്ഞ് അപകടം. ക്രെയിനിൽ ഉണ്ടായിരുന്ന 3 അതിഥി തൊഴിലാളികൾ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. അതേസമയം മറ്റു വാഹനങ്ങൾ കടന്നുപോകാത്തത് മൂലം വൻ ദുരന്തം ഒഴിവായി. നിയന്ത്രണം വിട്ട ക്രെയിൻ പാലത്തിൽ നിന്നും അടിയിലേക്ക് തെറിച്ചു വീഴുകയും സമീപത്തെ ട്രാൻസ്ഫോമറിൽ ഇടിച്ചു നിൽക്കുകയും ചെയ്തു. നാഷണൽ ഹൈവേ നിർമ്മാണ തൊഴിലാളികൾ ലൈസൻസ് ഇല്ലാതെയാണ് ഇത്തരം വാഹനങ്ങൾ ഓടിക്കുന്നത് എന്ന് ആരോപണവുമുണ്ട്. അതിൻ്റെ പോളിയിൽ ഇങ്ങനെ ഉരുന്നിട്ട് വരുന്ന 3 ബംഗാളികൾ അവിടെ നിന്നിരുന്നു. അവർ ജസ്റ്റ് ജാടി ഒന്ന് രക്ഷപ്പെട്ടു ഉരുണ്ട് കൂടെ. പിന്നെ അവർക്ക് ട്രാൻസ്ഫോമറിന് പോയി ഇടിച്ചു നിന്നു. പിന്നെ ഇവിടെ ആകെ വഴി ബ്ലോക്കായി അതുണ്ടായി. ഗുരുവായൂർ നഗരസഭാ പരിധിയിലെ ചക്കംകണ്ടം തീരദേശ റോഡരികിൽ ശുചിമുറി മാലിന്യം ഒഴുക്കാനെത്തിയ ടാങ്കർ ലോറി ചളിയിൽ താഴ്ന്നു. വാഹനത്തിലുണ്ടായിരുന്ന ഡ്രൈവർ അടക്കമുള്ളവർ വാഹനം ഉപേക്ഷിച്ച് സ്ഥലം വിട്ടു. വ്യാഴാഴ്ച പുലർച്ചെയാണ് വാഹനം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ടാങ്കർ ലോറിയുടെ പിൻവശത്തെ ചക്രങ്ങൾ ചെളിയിൽ താഴുകയായിരുന്നു. വാഹനം മുന്നോട്ടെടുക്കാൻ കഴിയാതെ വന്നതോടെ വാഹനത്തിലുണ്ടായിരുന്നവർ മുങ്ങിയെന്നാണ് സൂചന. വിവരമറിഞ്ഞ ഗുരുവായൂർ നഗരസഭ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AM ഷഫീർ സ്ഥലത്തെത്തി. ഗുരുവായൂർ നഗരസഭ അധികൃതരും വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയിരുന്നു. മാലിന്യം തള്ളാൻ എത്തിയവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് നഗരസഭാ അധികൃതർ. വേലൂർ ഗ്രാമകം നാടകോത്സവത്തിന് അരങ്ങുണരുമ്പോൾ ഏറ്റവും ശ്രദ്ധേയമാകാറുള്ളത് അലങ്കാരങ്ങളാണ്. ഓരോ വർഷവും വ്യത്യസ്തമായ അലങ്കാരങ്ങളാണ് സംഘാടകർ നടത്താറുള്ളത്. തുണി കൊണ്ട് പൂക്കൾ നിർമ്മിക്കുന്ന തിരക്കിലാണ് വേലൂർ ഗ്രാമവാസികൾ. ഇത്തവണ ഗ്രാമകം നാടകോത്സവ നഗരി അലങ്കരിക്കുന്നത് പല വർണ്ണത്തിലുള്ള പൂക്കൾ കൊണ്ടാണ്. കഴിഞ്ഞ വർഷം സാരികൾ കൊണ്ടുള്ള അലങ്കാരമായിരുന്നു ഗ്രാമകത്തിന്റെ ഹൈലൈറ്റ്. 3500-ൽ കൂടുതൽ സാരികളാണ് ഇതിനുപയോഗിച്ചത്. വേലൂരിലെയും പരിസര ഗ്രാമങ്ങളിലെയും വീടുകളിൽ നിന്നാണ് സാരികൾ ശേഖരിച്ചത്. ഇത്തവണത്തെ അലങ്കാരത്തിന് കുട്ടികളും വനിതകളും ഉൾപ്പെടുന്ന സംഘങ്ങൾ പൂക്കൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. 50,000-ന് മുകളിൽ പൂക്കൾ അലങ്കാരത്തിന് വേണ്ടിവരും. നാടകം കാണുവാനുള്ള ആവേശം പോലെ തന്നെ അലങ്കാരപ്പണികളിലും ആവേശത്തോടെ പങ്കാളികളാവുകയാണ് നാട്ടുകാർ. ഗ്രാമത്തിനെ അലങ്കരിക്കുന്നത് ഇത്തരത്തിൽ പൂക്കൾ വെച്ചിട്ടാണ്. ഈ പൂക്കൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ വേലൂർ തന്നെ പല ഭാഗങ്ങളിലെ അമ്മമാരും പെങ്ങന്മാരും പ്രത്യേകിച്ച് കൊച്ചുകുട്ടികൾ അവരാണ് ഇതൊക്കെ വളരെ ആവേശപൂർവ്വം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാ വർഷവും വ്യത്യസ്തമായ രീതിയിൽ അലങ്കരിക്കാറുണ്ട്. ഇപ്രാവശ്യം ഈ പൂക്കൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഈ പൂക്കൾ ഉണ്ടാക്കിയിരുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, കൊച്ചുകുട്ടികളുണ്ട്, അമ്മമാരുണ്ട്, പെങ്ങന്മാരുണ്ട്. അവരുടെ ആവേശകരമായ പ്രവർത്തനം ഗ്രാമത്തിന് കൂടുതൽ ജീവൻ നൽകും. അധികൃതരുടെ അനാസ്ഥ. വടുതല വട്ടമ്പാടം സെന്ററിൽ മാലിന്യവും ദുർഗന്ധവും. കുന്നംകുളം നഗരസഭയുടെ 1-37 വാർഡുകൾ സംഗമിക്കുന്ന വടുതല സെന്ററിലെ ബസ് സ്റ്റോപ്പിന് സമീപത്തും മറ്റു ഭാഗങ്ങളിലുമായിട്ടാണ് മാലിന്യകുമാരം ഉയർന്നത്. കാന വൃത്തിയാക്കുന്നതിന്റെ ഭാഗമായി മാലിന്യങ്ങൾ റോഡരികിലേക്ക് കയറ്റിയിട്ടിട്ട് 1 മാസത്തോളമായി. നഗരസഭയുടെ വാഹനം വന്ന് ഇവ കൊണ്ടുപോകുമെന്നാണ് നാട്ടുകാരോട് പറഞ്ഞിരുന്നത്. എന്നാൽ ഇതുവരെ മാലിന്യം നീക്കം ചെയ്തിട്ടില്ല. മാലിന്യം കിടക്കുന്നത് മൂലം സമീപത്തെ കടകളിൽ നിന്നുള്ള മാലിന്യ നിക്ഷേപവും ദുർഗന്ധമേറാൻ കാരണമാകുന്നുണ്ട്. എതിർവശത്തുള്ള കാനയ്ക്ക് സമീപം ഹരിതകർമ്മസേനക്കാർ കുപ്പികൾ നിറച്ച ചാക്കുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതും ഇതുവരെയായിട്ടും കൊണ്ടുപോയിട്ടില്ല. റോഡരികിൽ മത്സ്യവിപണനം നടത്തുന്നവർ ഇതിന്റെ അവശിഷ്ടങ്ങൾ കാനയിലേക്കാണ് ഒഴുക്കിവിടുന്നത്. ഇതോടെ വൈകുന്നേരങ്ങളിൽ നിരവധി ആളുകൾ എത്തുന്ന ഇവിടെ ദുർഗന്ധം രൂക്ഷമായിരിക്കുകയാണ്. ബന്ധപ്പെട്ട ജനപ്രതിനിധികളോട് നിരവധി തവണ ഇക്കാര്യം അറിയിച്ചിട്ടും ശ്രദ്ധ ചെലുത്തിയിട്ടില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. സമ്പൂർണ്ണ മാലിന്യമുക്ത തദ്ദേശ സ്ഥാപന പ്രഖ്യാപനം നടക്കുമ്പോൾ പൊതു ഇടങ്ങളിലെ മാലിന്യം നീക്കം ചെയ്യാൻ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. വടുതല സെന്ററിൽ മാലിന്യ നിക്ഷേപത്തിന് സ്ഥിര സംവിധാനമൊരുക്കി യഥാസമയം നഗരസഭയുടെ നേതൃത്വത്തിൽ കൊണ്ടുപോയി സംസ്കരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്.
പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ ശതോത്തര സുവർണ ജൂബിലി വർഷത്തോടനുബന്ധിച്ച് സെന്റ് ജോസ് വോയ്സ് ബുള്ളറ്റിൻ കമ്മിറ്റി ഡിജിറ്റൽ ആർക്കൈവ്സ് ആരംഭിച്ചു. ഇടവകയുമായി ബന്ധപ്പെട്ട രേഖകളും ചിത്രങ്ങളും സംരക്ഷിക്കുന്നതിനും പഠനത്തിനും മറ്റ് ആവശ്യങ്ങൾക്കും പൊതുവായി ലഭ്യമാക്കുകയും ചെയ്യുന്നതിനു വേണ്ടിയാണ് ആർക്കൈവ്സ് തയ്യാറാക്കിയത്. ആർക്കൈവ്സിന്റെ പ്രകാശന കർമ്മം തീർത്ഥകേന്ദ്രം റക്ടർ ഡോക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി നിർവഹിച്ചു. എഡിറ്റർ പ്രൊഫസർ ഇ.ഡി. ജോൺ അധ്യക്ഷനായി. അസിസ്റ്റന്റ് വികാരി ഫാദർ ലിവിൻ കുരുതുകുളങ്ങര, ട്രസ്റ്റിമാരായ ഒ.ജെ. ഷാജൻ, പിയൂസ് പുലിക്കോട്ടിൽ, കെ.ജെ. വിൻസെന്റ്, വിൽസൺ നീലങ്കാവിൽ, പി.ആർ.ഒ. റാഫി നീലങ്കാവിൽ, ബുള്ളറ്റിൻ കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മാലിന്യമുക്ത ബ്ലോക്ക് തല പ്രഖ്യാപനം നടത്തി. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസക്കുട്ടി അധ്യക്ഷത വഹിച്ചു. മദലാങ്കുന്ന് മുഹമ്മദ് ഉണ്ണി, ഒരുമനിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷ്, വടക്കേക്കാട് പ്രസിഡന്റ് നബീൽ എന്നിവർ സംസാരിച്ചു. മാലിന്യമുക്ത ഗ്രാമപഞ്ചായത്തുകളിൽ വടക്കേക്കാട് ഗ്രാമപഞ്ചായത്തിന് പഞ്ചായത്ത് തല പുരസ്കാരം ലഭിച്ചു. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ വടക്കേക്കാട്, രാജ ആയുർവേദ റിസോർട്ട്, ഉദയ വായനശാല ഇരട്ടപ്പുഴ, കുന്നത്തൂർ റെസിഡൻസി പുന്നീർകുളം, ഒരുമനിയൂർ ഹരിതകർമ്മസേന കൺസോർഷ്യം, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റി വടക്കേക്കാട് എന്നീ സ്ഥാപനങ്ങൾ പ്രത്യേക പുരസ്കാരങ്ങൾ സ്വീകരിച്ചു. വരവൂരിൽ ഇരുചക്ര വാഹനത്തെ ഇടിച്ചു തെറിപ്പിച്ച ഇന്നോവ കാർ നിർത്താതെ പോയി. യാത്രക്കാരിക്ക് പരിക്ക്. കറുകപ്പുത്തൂർ സ്വദേശി സൈഫുന്നിസയ്ക്കാണ് പരിക്കേറ്റത്. വേട്ടാണിക്കയറ്റം വളവിൽ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് അപകടമുണ്ടായത്. വരവൂർ ഭാഗത്തു നിന്നും തലശ്ശേരി ഭാഗത്തേക്ക് വരികയായിരുന്ന സ്കൂട്ടറിലേക്ക് എതിർവശത്തു നിന്നും വന്നിരുന്ന കാർ മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിനിടയിൽ ഇടിക്കുകയായിരുന്നു. ഇടിച്ച വാഹനം നിർത്താതെ പോയി. തുടർന്ന് സ്ഥലത്തെത്തിയ സെഞ്ചുറി ആംബുലൻസ് ജീവനക്കാരും അതുവഴി വന്ന യാത്രക്കാരും നാട്ടുകാരും ചേർന്ന് പരിക്കേറ്റ സൈഫുന്നിസയെ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോതച്ചിറ അപ്പത്ത് വളപ്പ് വാഴാനിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരം വെള്ളിയാഴ്ച ആഘോഷിക്കും. പുലർച്ചെ നട തുറന്നതു മുതൽ വിശേഷ പൂജകൾ നടക്കും. ഉച്ചയ്ക്ക് 3 മണിക്ക് പഞ്ചവാദ്യത്തോടുകൂടി ദേവസ്വം പൂരം എഴുന്നള്ളിക്കും. മുള്ളത്ത് ഗണപതി കോലമേറ്റും. പഞ്ചവാദ്യത്തിന് കൗക്കോട് മണി, തിച്ചൂർ സുധി, പഴമ്പാലക്കോട് ശെൽവൻ, ആലങ്കോട് മണി, പെരിങ്ങോട് മണികണ്ഠൻ എന്നിവർ നേതൃത്വം നൽകും. വൈകിട്ട് ദീപാരാധന, തായമ്പക എന്നിവയുണ്ടാകും. 16 ടീമുകൾ പൂരാഘോഷത്തിൽ പങ്കാളികളാകും. രാത്രി 1 മണിക്ക് താലത്തോടുകൂടിയ എഴുന്നള്ളിപ്പുണ്ടാകും. കോതച്ചിറ അപ്പത്ത് വളപ്പ് പൂരാഘോഷം CCTV വെള്ളിയാഴ്ച വൈകിട്ട് 3 മണി മുതൽ പ്രാദേശികം ചാനലിലൂടെയും യൂട്യൂബിലൂടെയും തത്സമയം സംപ്രേഷണം ചെയ്യും. വഖഫ് ഭേദഗതി ബില്ല് പാസാക്കിയ കേന്ദ്ര സർക്കാരിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ച് BJP എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. കിഴക്കേ അങ്ങാടിയിൽ നിന്നും ആരംഭിച്ച പ്രകടനം കടങ്ങോട് റോഡ് സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം BJP സംസ്ഥാന നിർവാഹക സമിതി അംഗം ഇ. ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ജിത്തു തയ്യൂർ അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി വിഷ്ണു അമ്പാടി, മഹേഷ് തിപ്പിലശ്ശേരി എന്നിവർ സംസാരിച്ചു. KB സതീശൻ, മുകുന്ദൻ വേലൂർ, അഭിലാഷ് തയ്യൂർ, ജോജു ഫ്രാൻസിസ്, സുഭാഷ് ചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. ഏപ്രിൽ 10, 11, 12 തീയതികളിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന കേരള ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിനോടനുബന്ധിച്ച് പതാക ദിനം ആചരിച്ചു. സംസ്ഥാന കമ്മിറ്റി ആഹ്വാനപ്രകാരം നടന്ന പതാക ദിനത്തിൽ മേഖലാ പ്രസിഡന്റ് ജയപ്രകാശ് ഇലവന്ത്ര പതാക ഉയർത്തി. കാണിപ്പയൂരിൽ നടന്ന പതാക ദിനാചരണം ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജോസ് മാളിയേക്കൽ ഉദ്ഘാടനം ചെയ്തു. ജയപ്രകാശ് ഇലവന്ത്ര അധ്യക്ഷനായി. മേഖലാ ഭാരവാഹികളായ പ്രദീപ് മാസ്റ്റർ, യു വിനോദ്, ഹരി ഇല്ലത്ത്, സിന്ധു സല്ലി, ശരത് കുമാർ എന്നിവർ സംസാരിച്ചു. പന്നിശ്ശേരി മഹാവിഷ്ണു നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ കഴിഞ്ഞ 3 ദിവസങ്ങളിലായി നടന്നുവന്നിരുന്ന പൂര മഹോത്സവത്തിന് വേലയാഘോഷത്തോടെ സമാപനമായി. ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങളിലായി നടന്ന ക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിന്റെ ഭാഗമായി കലാപരിപാടികളും പ്രാദേശിക പൂരമെഴുന്നള്ളിപ്പും നാടൻ കലാരൂപങ്ങൾ അണിനിരുന്ന വേലവരവുമുണ്ടായി. ചൊവ്വാഴ്ച വൈകിട്ട് പൂരത്തോടനുബന്ധിച്ച് കലാപരിപാടികളുടെ ഭാഗമായി കിഴക്കേ പന്നിശ്ശേരി അമൃതയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിലമ്പൊലി പേരകം അവതരിപ്പിച്ച വീരനാട്യം അരങ്ങേറിയിരുന്നു. പൂരദിവസമായ ബുധനാഴ്ച രാവിലെ നട തുറക്കലിനെ തുടർന്ന് ക്ഷേത്രം തന്ത്രി ഈക്കാട്ട് നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. വാകചാർത്ത്, ഗണപതി ഹോമം, മലർനിവേദ്യം, നവകം, പഞ്ചഗവ്യം, ശ്രീഭൂതബലി, പുഷ്പാഞ്ജലികൾ, ശീവേലി, പറവയ്ക്കൽ, ഉച്ചപൂജ എന്നീ കർമ്മങ്ങളുണ്ടായി. മേൽശാന്തി വിഷ്ണു ജഗന്നാഥ് നമ്പൂതിരിപ്പാട് സഹകാർമ്മികനായി. ഉച്ചയ്ക്ക് ശേഷം സംയുക്ത പൂരാഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ക്ഷേത്രനടയിൽ എഴുന്നള്ളിപ്പ് ആരംഭിച്ചു.
വിവിധ ദേശങ്ങളിൽ നിന്നുള്ള പ്രാദേശിക എഴുന്നള്ളിപ്പുകൾ വൈകിട്ട് 6 മണിക്ക് ക്ഷേത്രത്തിലെത്തിച്ചേർന്നതിനു ശേഷം 8 മണിയോടുകൂടി കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നു. വ്യാഴാഴ്ച വൈകിട്ട് 6:45 മുതൽ രാത്രി 9:15 വരെയുള്ള സമയത്ത് തെയ്യം, കാവടി, നാടൻ കലാരൂപങ്ങൾ എന്നിവ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിലെത്തി സമാപിച്ചു. നിരവധി ഭക്തജനങ്ങൾ പൂരാഘോഷത്തിൽ പങ്കാളികളായി. ക്ഷേത്രഭാരവാഹികളായ VR ബാലകൃഷ്ണൻ, MV സഞ്ജീവ്, അജിത് കുമാർ തുടങ്ങിയവർ പൂരാഘോഷത്തിന് നേതൃത്വം നൽകി. വിശ്വാസ പരിശീലനം മറ്റം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിശ്വാസ പരിശീലന വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾക്കായി സെമിനാർ സംഘടിപ്പിച്ചു. ഏറെ സംഘർഷഭരിതമായ മാനസികാവസ്ഥയിലൂടെ കടന്നുപോകുന്ന കുട്ടികൾക്ക് ശരിയായ ദിശാബോധം നൽകാൻ ഈ കാലഘട്ടത്തിലെ മാതാപിതാക്കൾ സജ്ജരാകേണ്ടതിന് ശക്തമായ ആത്മീയ അടിത്തറയിന്മേൽ ആധുനിക പാരന്റിംഗ് സംവിധാനങ്ങളിൽ പരിശീലനം നേടാനായി ഒരുക്കിയ സെമിനാറിന്റെ ഉദ്ഘാടനം വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ നിർവഹിച്ചു. തുടർന്ന് നടന്ന ക്ലാസുകൾക്ക് ഡോക്ടർ ലിജോ കൊള്ളന്നൂർ, ഡോക്ടർ ഡേസൺ പാണയങ്ങാടൻ, ഡോക്ടർ ടോണി ജോസഫ്, PA ജിസൺ ജേക്കബ്, AJ നീനു, ആൽബർട്ട് ക്രിസ്ത്യൻ എന്നിവർ നേതൃത്വം നൽകി. സഹവികാരി ഫാദർ ഫ്രാങ്കോ ഫ്രോണിസ് ചെറുതാണിക്കൽ, പ്രിൻസിപ്പാൾ VK ജോർജ്, PTA പ്രസിഡന്റ് CL ആന്റണി, വിശ്വാസ പരിശീലകർ, PTA എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. 250ഓളം മാതാപിതാക്കൾ സെമിനാറിൽ പങ്കെടുത്തു. സ്നേഹവിരുന്നും ഉണ്ടായി. കണ്ടാണശ്ശേരി ഗ്രാമീണ വായനശാല കലാസമിതിയുടെ നേതൃത്വത്തിൽ അണ്ടർ-15 സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. KS ശിവദാസൻ, KS സുമേഷ്, VV മണികണ്ഠൻ മെമ്മോറിയൽ, സാവിത്രി രാമകൃഷ്ണൻ വിന്നേഴ്സ് ട്രോഫിക്കും ക്യാഷ് പ്രൈസിനും, മാജിക് ടെക് വെഡ്ഡിംഗ് കമ്പനി റണ്ണേഴ്സ് ട്രോഫിക്കും ക്യാഷ് പ്രൈസിനും വേണ്ടിയുള്ള ഫുട്ബോൾ ടൂർണമെന്റ് ഗുരുവായൂർ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ C പ്രേമാനന്ദകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കലാസമിതി പ്രസിഡന്റ് CC ബിജു അധ്യക്ഷനായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG പ്രമോദ്, കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ, പഞ്ചായത്ത് അംഗം ഷീബ ചന്ദ്രൻ, കലാസമിതി സെക്രട്ടറി PR ബൈജു, വായനശാല പ്രസിഡന്റ് NK ബാലകൃഷ്ണൻ, സെക്രട്ടറി VD ബിജു എന്നിവർ സംസാരിച്ചു. ഇന്ത്യൻ ഫുട്ബോൾ വനിതാ ടീം അംഗമായ കണ്ടാണശ്ശേരി സ്വദേശിനി PB നിരഞ്ജനയെ ചടങ്ങിൽ ആദരിച്ചു. പുത്തൻകുളം പരിസരത്ത് സജ്ജമാക്കിയ MA രാമകൃഷ്ണന്റെ നാമധേയത്തിലുള്ള ഗ്രൗണ്ടിലാണ് ടൂർണമെന്റ് നടക്കുന്നത്. ഏപ്രിൽ 4-ന് ടൂർണമെന്റ് സമാപിക്കും. വേലൂർ കുറൂരമ്മ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം സമാപിച്ചു. ഏപ്രിൽ 1, 2 തീയതികളിലാണ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനാഘോഷം നടന്നത്. പ്രതിഷ്ഠാദിനാഘോഷങ്ങളുടെ ഭാഗമായി ശുദ്ധി ചടങ്ങുകൾ, സന്താന ഗോപാല പൂജ, കളഭാട്ടം, 25 കലശം എന്നിവ നടന്നു. ക്ഷേത്രോത്സവ വേദിയിൽ ഭഗവത്ഗീത, നാരായണീയ പാരായണം, കൈക്കൊട്ടിക്കളി എന്നിവയും നടന്നു. ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരി മുഖ്യ കാർമ്മികനായി. ഗുരുവായൂർ മേൽശാന്തിയായ ശേഷം തിരികെ കുറൂരമ്മ ക്ഷേത്രത്തിൽ മേൽശാന്തിയായി ചുമതലയേറ്റെടുക്കുന്ന പുതുമന ശ്രീജിത്ത് നമ്പൂതിരിക്ക് സ്വീകരണം നൽകി. കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സ് വനിതാ വിങ്ങും നെഹ്റു നഗർ നാച്ചുറോപ്പതി യോഗ സെന്ററും സംഘടിപ്പിക്കുന്ന യോഗ ക്ലാസ് ഏപ്രിൽ 5 മുതൽ ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. യോഗ ചികിത്സ, പവർ യോഗ, കോമ്പറ്റീഷൻ യോഗാസനങ്ങൾ, ഡൈനാമിക് യോഗ, ജ്ഞാനയോഗ, ഭക്തിയോഗ, കർമ്മയോഗ, ഫണ്ണി യോഗ, പ്രാണായാമം, മെഡിറ്റേഷൻ, ഡയറ്റീഷ്യൻ ക്ലാസ്, യൂറിൻ തെറാപ്പി, ഹിപ്നോതെറാപ്പി, ടെൻഷൻ ഫ്രീ എക്സാം തുടങ്ങിയ പരിശീലനങ്ങളും ചികിത്സകളും ക്ലാസ്സിൽ ഒരുക്കിയിട്ടുണ്ട്. 2 മാസമാണ് കാലാവധി. വീട്ടമ്മമാർക്ക് യോഗ ടീച്ചർ ട്രെയിനിംഗ് അസിസ്റ്റന്റ് കോഴ്സ് രാവിലെ 9 മണി മുതൽ 11 വരെ ഉണ്ടായിരിക്കുന്നതാണെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ വനിതാ വിംഗ് പ്രസിഡന്റ് ജെയ്മോൾ, യോഗാചാര്യൻ ബാബു ജേക്കബ്, വനിതാ വിംഗ് കോർഡിനേറ്റർ PI ജോസ്, സെക്രട്ടറി ജെന്നി ജെയ്മോൻ, ട്രഷറർ ജെൻസി ജാക്സൺ, യോഗാധ്യാപകരായ നീനു, ജോയ് തുടങ്ങിയവർ പങ്കെടുത്തു. കൈകോർക്കാം ലഹരിക്കെതിരെ. കാട്ടകമ്പൽ പഞ്ചായത്ത് 2-ാം വാർഡ് രാമപുരത്ത് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുമായി നാട്ടുകാർ ഒന്നിച്ചു. ശിരസ്സുയർത്തി പറയുക ലഹരിക്കടിപ്പിടിൽ ഒരു നാടും നാം. ശിരസ്സുയർത്തി പറയുക ലഹരിക്കടിപ്പിടിൽ ഒരു നാടും നാം. വരം കണക്കി കിട്ടിയ ജീവിതമെറിഞ്ഞുടയ്ക്കുകയില്ല നാം. വരം കണക്കി കിട്ടിയ ജീവിതമെറിഞ്ഞുടയ്ക്കുകയില്ല നാം. ശിരസ്സുയർത്തി 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 പറയുക ലഹരിക്കടിപ്പിടിൽ ഒരു നാടും നാം. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ലഹരിക്കെതിരെ എല്ലാവരും ചേർന്ന് ലഹരി വിരുദ്ധ ബോധവൽക്കരണ റാലി നടത്തി.
ആരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ആരംഭിച്ച റാലിയിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഒട്ടേറെ പേർ പങ്കെടുത്തു. കാട്ടകമ്പാൽ ക്ഷേത്ര പരിസരത്ത് നടന്ന സമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം MS മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. രക്ഷാധികാരി KM ഗഫൂർ, ജനറൽ കൺവീനർ VK ബാബുരാജ്, കൺവീനർ TV പ്രസാദ്, അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ PG ശിവശങ്കരൻ ലഹരി ബോധവൽക്കരണ സന്ദേശം നൽകി. സമൂഹത്തിന്റെ പരിച്ഛേദമെന്നവണ്ണം എല്ലാ വിഭാഗം ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കൃത്യമായ ശാശ്വതമായ ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം, ഒരു കൂട്ടം ആളുകളെ കാണുന്ന ഒരു പ്രവർത്തനം. മറ്റുള്ള പ്രവർത്തനങ്ങൾ മോശമായി കാണുകയല്ല, ഏറ്റവും ഉത്തമമായ ഒരു പ്രവർത്തനം കാണാൻ കഴിഞ്ഞതിൽ അതിയായി സന്തോഷിക്കുന്നു. സർക്കാരിന് വേണ്ടി, എക്സൈസ് വകുപ്പിന് വേണ്ടി ഇതിലെ ഓരോരുത്തരെയും അഭിനന്ദിക്കുകയാണ്. കേരളത്തെ ലഹരിയുടെ ഹബ്ബാക്കി മാറ്റിയ ഇടത് വലത് ജിഹാദി കൂട്ടുകെട്ടിനെതിരെ എന്ന മുദ്രാവാക്യം ഉയർത്തി BJP കുന്നംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ജനജാഗ്രതാ നൈറ്റ് മാർച്ച് നടത്തി. വടക്കാഞ്ചേരി റോഡിൽ നിന്നും ആരംഭിച്ച മാർച്ച് ടൗൺ ചുറ്റി സമാപിച്ചു. സമാപന സമ്മേളനം BJP തൃശൂർ നോർത്ത് ജില്ലാ അധ്യക്ഷ അഡ്വക്കേറ്റ് C നിവേദിത ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് PJ ജെബിൻ അധ്യക്ഷത വഹിച്ചു. എരുമപ്പെട്ടി മണ്ഡലം പ്രസിഡന്റ് ജിത്തു തയ്യൂർ, കുന്നംകുളം മണ്ഡലം ജനറൽ സെക്രട്ടറി മഹേഷ് തിരുത്തിക്കാട് എന്നിവർ സംസാരിച്ചു. നേതാക്കളായ E ചന്ദ്രൻ, സുഭാഷ് പാക്കത്ത്, സുഭാഷ് ആദൂർ, സുമേഷ് കളരിക്കൽ, വിഷ്ണു അമ്പാടി, സുരേന്ദ്രൻ എരുമപ്പെട്ടി എന്നിവർ നേതൃത്വം നൽകി. ലഹരിക്കെതിരെ BJP ചാവക്കാട് മണ്ഡലം കമ്മിറ്റി നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് ചാവക്കാട് സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം OBC മോർച്ച മുൻ ജില്ലാ പ്രസിഡന്റ് KS രാജേഷ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് വർഷ മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി പ്രതീഷ് ഐനിപ്പുള്ളി, ഗണേഷ് ശിവജി, വിനോദ് പണിക്കശ്ശേരി, വിനീത് കുറുപ്പേരി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഈവന്റ് വർക്കേഴ്സ് യൂണിയൻ CITU നേതൃത്വത്തിൽ പഴഞ്ഞിച്ചിറക്കലിൽ ഹെൽത്ത് കാർഡ് ക്യാമ്പ് സംഘടിപ്പിച്ചു. സംഗമം പാലസിൽ നടന്ന ക്യാമ്പ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ കുന്നംകുളം ഏരിയ പ്രസിഡന്റ് PR അഭിലാഷ് അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി മനോജ് ബേബി, ജില്ലാ ജോയിന്റ് സെക്രട്ടറി സുധന്യ സുനിൽകുമാർ, വൈസ് പ്രസിഡന്റ് KC സുനിൽ, CITU കുന്നംകുളം ഏരിയ സെക്രട്ടറി PM സോമൻ, വൈസ് പ്രസിഡന്റ് TC ചെറിയാൻ, ക്യാമ്പ് കോർഡിനേറ്റർ സജി തോമസ് എന്നിവർ സംസാരിച്ചു. തൃശൂർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് സെന്ററും ട്രിനിറ്റി ഐ സെന്ററുമായി സഹകരിച്ചാണ് ക്യാമ്പ് നടത്തിയത്. ഹോട്ടൽ, ബേക്കറി, ജ്യൂസ് ഷോപ്പ്, കാറ്ററിംഗ് സ്ഥാപനം, തട്ടുകട, ചായക്കട തുടങ്ങി ഭക്ഷണപദാർത്ഥങ്ങൾ കൈകാര്യം ചെയ്യുന്ന എല്ലാ സ്ഥാപനങ്ങളിലെ ജോലിക്കാർക്കും ഹെൽത്ത് കാർഡ് നൽകുന്നതിന്റെ ഭാഗമായാണ് ക്യാമ്പ് നടത്തിയത്. പാട്ടബാക്കി നാടകം വീണ്ടും അരങ്ങിലെത്തുന്നു. CPIയുടെ 100ാം വാർഷികത്തിന്റെ ഭാഗമായാണ് നാടകം വീണ്ടും കേരളത്തിലുടനീളം അവതരിപ്പിക്കുന്നത്. 1937 വടക്കേക്കാട് പഞ്ചായത്തിലെ കുരഞ്ഞിയൂരിൽ വെച്ച് നടന്ന പൊന്നാനി കർഷക സമ്മേളനത്തിൽ അവതരിപ്പിക്കാനാണ് വയലത്തൂർ കടലായി മനയിൽ വെച്ച് കമ്മ്യൂണിസ്റ്റ് ആചാര്യൻ K ദാമോദരൻ പാട്ടബാക്കി നാടകം രചിച്ചത്. കുരഞ്ഞിയൂർ കുട്ടാടൻ പാടത്താണ് നാടകത്തിന്റെ ആദ്യ അവതരണം നടത്തിയത്. കർഷക പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്കും കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്ര വ്യാപനത്തിനും നാടകാവതരണം വളരെയേറെ സഹായിച്ചിട്ടുണ്ട്. കഥാഘടനയുടെ ലാളിത്യവും ഉള്ളടക്കത്തിന്റെ സത്യാവസ്ഥയും പാട്ടബാക്കിയെ മലയാളത്തിന്റെ ഏറ്റവും വിജയകരമായ രാഷ്ട്രീയ നാടകമാക്കി. CPIയുടെ 100ാം വാർഷികത്തിന്റെ ഭാഗമായാണ് നാടകം വീണ്ടും കേരളത്തിൽ ഉടനീളം അവതരിപ്പിക്കാനൊരുങ്ങുന്നത്. പ്രമുഖ നാടക പ്രവർത്തകൻ ബാബു വയലത്തൂരാണ് പുനരവതരണത്തിന്റെ സംവിധാനം നിർവഹിക്കുന്നത്. കൊടമന നാരായണൻ നായർ സ്മാരക മന്ദിരത്തിൽ ചേർന്ന നാടകാവതരണ ആലോചന യോഗം CPI തൃശൂർ ജില്ലാ സെക്രട്ടറി KK വത്സരാജ് ഉദ്ഘാടനം ചെയ്തു. നാടകാവതരണ കമ്മിറ്റി ഭാരവാഹികളായി കൺവീനർ VM മനോജ്, ചെയർമാൻ പ്രേംരാജ് ചൂണ്ടലാത്ത്, ട്രഷറർ ജിയോ എന്നിവരെയും രക്ഷാധികാരികളായി CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം EM സതീശൻ, കഥാകൃത്ത് ഹനീഫ കൊച്ചന്നൂർ, IB അബ്ദുൾ റഹ്മാൻ എന്നിവരെയും തെരഞ്ഞെടുത്തു. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ ഉത്സവത്തിന് ഏപ്രിൽ 4 വെള്ളിയാഴ്ച കൊടിയേറും. മുന്നോടിയായി നടക്കുന്ന ദ്രവ്യകലശത്തിന് വെള്ളിയാഴ്ച രാവിലെ സമാപനമാകും. തുടർന്ന് വൈകിട്ട് 7:30 ക്ഷേത്രം തന്ത്രിമാരായ ബ്രഹ്മശ്രീ തെക്കേടത്ത് ശശിധരൻ നമ്പൂതിരി, ബ്രഹ്മശ്രീ അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ക്ഷേത്രോത്സവത്തിന് കൊടിയേറും. തുടർന്ന് ക്ഷേത്രോത്സവ കലാപരിപാടികൾക്ക് തുടക്കമാകും. രാത്രി 8 മണിക്ക് കേരള കലാമണ്ഡലം അവതരിപ്പിക്കുന്ന കർണശബദം കഥകളി അരങ്ങേറും. ചടങ്ങുകൾക്ക് ക്ഷേത്രം പ്രസിഡന്റ് KK സുബിദാസ്, സെക്രട്ടറി സുനീഷ് ഐനിപ്പുള്ളി, ട്രഷറർ ഭാസ്കര കുറുപ്പ് എന്നിവർ നേതൃത്വം നൽകും. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂലി കുടിശ്ശിക വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ടും കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെയും NREG വർക്കേഴ്സ് യൂണിയൻ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി. കാട്ടകാമ്പാലിൽ കോൺഗ്രസ് നേതൃത്വത്തിലും സമരം നടന്നു. വിശദാംശങ്ങളിലേക്ക്.
എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റി നടത്തിയ പ്രതിഷേധ പരിപാടി യൂണിയൻ ഏരിയ സെക്രട്ടറി PS പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഷീജ സുരേഷ് അധ്യക്ഷത വഹിച്ചു. CPM എരുമപ്പെട്ടി വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി അബാൽമണി, സുമന സുഗതൻ, സ്വപ്ന പ്രദീപ്, KK യോഗേഷ് എന്നിവർ സംസാരിച്ചു. യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി PT ജോസഫ്, പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങളായ ലത ഹരിദാസ്, റോസി പോൾ, സുമിത രവി എന്നിവർ നേതൃത്വം നൽകി. കടങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റി തെക്കുമുറി പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി. കടങ്ങോട് മില്ല് സെന്ററിൽ നിന്ന് ആരംഭിച്ച പ്രകടനം യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം M ഗിരിജാദേവി ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് രമണി രാജൻ അധ്യക്ഷയായി. വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ PS പുരുഷോത്തമൻ, ദിവ്യ ഗിരീഷ്, കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ, കുടുംബശ്രീ ചെയർപേഴ്സൺ സൗമ്യ സുരേഷ്, ജനപ്രതിനിധികളായ രമ്യ ഷാജി, ബീന രമേശ്, ടെസി ഫ്രാൻസിസ്, മൈമൂന ഷബീർ തുടങ്ങിയവർ നേതൃത്വം നൽകി. CPM വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം PS പ്രസാദ്, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ UV ഗിരീഷ്, ഫ്രാൻസിസ് കൊളന്നൂർ, മറ്റംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. NREG വർക്കേഴ്സ് യൂണിയൻ കാട്ടകമ്പാൽ പഞ്ചായത്ത് കമ്മിറ്റി പഴഞ്ഞി പോസ്റ്റ് ഓഫീസിന് മുൻപിൽ കൂട്ടധർണ നടത്തി. CPM ജില്ലാ കമ്മിറ്റി അംഗം MN സത്യൻ ഉദ്ഘാടനം ചെയ്തു. TS മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ കമ്മിറ്റി അംഗം NK ഹരിദാസൻ, പഞ്ചായത്ത് പ്രസിഡന്റ് രേഷ്മ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മിൻഡോറിനി, പഞ്ചായത്ത് അംഗങ്ങളായ ബിന്ദു മനോഹരൻ, ഖദീജ ഹസൻ, ജിഷ്ണു മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. PM അലി സ്വാഗതവും MK സുധീർ നന്ദിയും പറഞ്ഞു. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് 3 മാസമായി കൂലി ലഭിക്കാത്തതിൽ കാട്ടകമ്പാൽ പഞ്ചായത്ത് പ്രതിപക്ഷ മെമ്പർമാർ പ്രതിഷേധിച്ചു. പ്രതിപക്ഷാംഗങ്ങളായ MS മണികണ്ഠൻ, MA അബ്ദുൾ റഷീദ്, പ്രമീള രാജൻ എന്നിവരാണ് പഞ്ചായത്തിന് മുന്നിൽ പ്രതിഷേധിച്ചത്. തൊഴിലാളികളുടെ 3 മാസത്തെ ശമ്പള കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യാത്ത പക്ഷം ശക്തമായ സമരങ്ങൾ നടത്തുമെന്നും മെമ്പർമാർ പറഞ്ഞു. കൂലി കുടിശ്ശിക ഉടൻ അനുവദിക്കുക, കൂലി 600 രൂപയായി വർദ്ധിപ്പിക്കുക, 200 തൊഴിൽ ദിനങ്ങൾ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് പൊന്നിയൂർ സൗത്ത് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവിയൂർ പോസ്റ്റ് ഓഫീസിന് മുൻപിൽ നടത്തിയ പ്രതിഷേധ പരിപാടി തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ ചാവക്കാട് ഏരിയ സെക്രട്ടറി TV സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പൊന്നിയൂർ പഞ്ചായത്ത് മെമ്പർ റസീന ഉസ്മാൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വിശ്വനാഥൻ മാസ്റ്റർ, ഷമീം അഷ്റഫ്, മെമ്പർമാരായ MK അറഫാത്ത്, സെലീന നസർ, ഷൈബ ദിനേശൻ, AC ബാലകൃഷ്ണൻ, CDS ചെയർപേഴ്സൺ അനിത സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ചൂണ്ടൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേച്ചേരി പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന കൂട്ടധർണ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറിയും CPM ജില്ലാ കമ്മിറ്റി അംഗവുമായ ഉഷ പ്രഭുകുമാർ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് KS കരീം അധ്യക്ഷനായി. CPM ഏരിയ കമ്മിറ്റി അംഗം TC സെബാസ്റ്റ്യൻ മാസ്റ്റർ, ചൂണ്ടൽ ലോക്കൽ സെക്രട്ടറി MP ദാമ്പരൻ മാസ്റ്റർ, ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ, വൈസ് പ്രസിഡന്റ് PT ജോസ്, യൂണിയൻ ഭാരവാഹികളായ PC രതീഷ്, TT നിക്സൺ എന്നിവർ സംസാരിച്ചു. പൊന്നിയൂർകുളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആൽത്തറ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ പരിപാടി പൊന്നിയൂർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ ഉദ്ഘാടനം ചെയ്തു. V അപ്പു മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. AD ധനീബ് അഭിവാദ്യ പ്രസംഗം നടത്തി. നൌഷാദ് കുമാരൻപടി സ്വാഗതവും ഷംസുദ്ദീൻ നന്ദിയും പറഞ്ഞു. കടങ്ങോട് പഞ്ചായത്തിലെ മികച്ച 10 ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കടങ്ങോട് സോക്കർ ലീഗ് സീസൺ 4 തുടക്കമായി. കടങ്ങോട് പഞ്ചായത്ത് മൈതാനിയിൽ നടന്ന ലീഗ് മത്സരം കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ജോളി തോമസ് മുഖ്യാതിഥിയായി. സംഘാടക സമിതി അംഗങ്ങളായ ജലീൽ കടങ്ങോട്, MP സിജോ, ദീപക് കടങ്ങോട്, അബൂബക്കർ, റാസിഖ് എന്നിവർ സംസാരിച്ചു. ബബിൻ, ഫാസിൽ, നസ്രു എന്നിവർ സോക്കർ ലീഗിന് നേതൃത്വം നൽകി. ഉദ്ഘാടന മത്സരത്തിൽ ഫേസ് ലുക്ക് കരിയന്നൂർ ഏകപക്ഷീയമായ 2 ഗോളിന് MCC പാഴിയോട്ടുമുറിയെ പരാജയപ്പെടുത്തി. രണ്ടാം മത്സരത്തിൽ ഗാങ്ങേഴ്സ് പന്നിത്തടം എതിരില്ലാത്ത 1 ഗോളിന് സഞ്ചാരി കടങ്ങോടിനെ പരാജയപ്പെടുത്തി. അക്കിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു. രാവിലെ നടന്ന വിശേഷാൽ പൂജകൾക്ക് തന്ത്രി കരകന്നൂർ വടക്കേടത്ത് നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്ര മേൽശാന്തി ജയകൃഷ്ണൻ നമ്പൂതിരി സഹകാർമ്മികനായി. ഭരണസമിതി അംഗങ്ങളും ഭക്തജനങ്ങളും പ്രതിഷ്ഠാദിനാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. മേളത്തോടുകൂടിയ എഴുന്നള്ളിപ്പിന് കൊമ്പൻ അക്കിക്കാവ് കാർത്തികേയൻ ഭഗവതിയുടെ തിടമ്പേറ്റി. ആലങ്കോട് മണികണ്ഠൻ മേളത്തിന് നേതൃത്വം നൽകി. തുടർന്ന് പ്രസാദകൂട്ടും ഉണ്ടായിരുന്നു. എരുമപ്പെട്ടി കുട്ടഞ്ചേരി തുമ്പിൽ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ വെളുത്ത ഷഷ്ടി മഹോത്സവം ആഘോഷിച്ചു. രാവിലെ 6 മണിക്ക് നിർമാല്യം, തുടർന്ന് മഹാഗണപതി ഹോമം, ഉഷപൂജ, ഭക്തജന നാമാർച്ചന, ഉച്ചപൂജ, കാര്യസാധ്യതയ്ക്കായുള്ള അന്നദാന വഴിപാട് എന്നിവ നടന്നു. വൈകിട്ട് 5:30 നട തുറക്കൽ, നിറമാല, ചുറ്റുവിളക്ക്, ദീപാരാധന എന്നിവയും അത്താഴപൂജയും ഉണ്ടായി.
ചാലിശ്ശേരി മുലയമ്പറമ്പത്തുകാവ് ക്ഷേത്ര മൈതാനത്ത് ആരംഭിക്കുന്ന CSA മൂന്നാമത് അഖിലേന്ത്യാ ഫുട്ബോൾ ടൂർണമെന്റ് ആരവം 2025 ശനിയാഴ്ച നടക്കും. ജീവകാരുണ്യ രംഗത്ത് മാതൃകയെ പ്രവർത്തിക്കുന്ന സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയും കായികരംഗത്ത് മുന്നിൽ നിൽക്കുന്ന മാർവൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും സംയുക്തമായാണ് ചാലിശ്ശേരി സോക്കർ അസോസിയേഷൻ ഒരുക്കുന്ന ആരവം 2025 മൂന്നാമത് അഖിലേന്ത്യാ സെവൻസ് ഫ്ലഡ്ലൈറ്റ് ഫുട്ബോൾ മേള സംഘടിപ്പിക്കുന്നത്. ശനിയാഴ്ച രാത്രി ചാലിശ്ശേരി മുലയമ്പറമ്പത്തുകാവ് ക്ഷേത്ര മൈതാനത്ത് രാത്രി 9-ന് ടൂർണമെന്റ് കിക്ക് ഓഫ് നടക്കും. ടൂർണമെന്റ് ഒരു മാസം നീണ്ടുനിൽക്കും. ടൂർണമെന്റിന് സംഘാടക സമിതി ചെയർമാൻ VV ബാലകൃഷ്ണൻ, കൺവീനർ MM അഹമ്മദുണ്ണി, ട്രഷറർ K ജ്യോതി ദേവ്, കോർഡിനേറ്റർമാരായ TK സുനിൽകുമാർ, TA രണദിവേ എന്നിവർ നേതൃത്വം നൽകും. ഇനി സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 8560 രൂപ, പവന് 68,450 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 110 രൂപ. ചരമം പഴഞ്ഞി പുലിക്കോട്ടിൽ ഇയാക്കു മകൻ സൈമൺ നിര്യാതനായി 57 വയസ്സായിരുന്നു. സംസ്കാരം പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടന്നു. ജോയ്സി ഭാര്യയും ഓഗിൻ കെസിയ എന്നിവർ മക്കളുമാണ്. ആർത്താറ്റ് കുന്നംകുളം കുത്തൂർ വീട്ടിൽ ആൻഡ്രൂസ് ഭാര്യ റീജ നിര്യാതയായി 62 വയസ്സായിരുന്നു. സംസ്കാരം ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടന്നു. ടെറിയ, ജെറീഷ് എന്നിവർ മക്കളാണ്. കടവല്ലൂർ കൊരട്ടിക്കര കളരിക്കൽ സേതുമാധവന്റെ ഭാര്യ രൂപ നിര്യാതയായി 41 വയസ്സായിരുന്നു. സംസ്കാരം ചെറുതുരുത്തി ശാന്തിതീരത്ത് നടന്നു. സൂര്യനാരായണൻ ഏകമകനാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആനക്കുണ്ട് ബണ്ട് വികസനം പാതിവഴിയിൽ നിലച്ചു. കാട്ടകമ്പാൽ പോർക്കുളം പഞ്ചായത്തുകളിലായി കിടക്കുന്ന ആനക്കുണ്ട് ബണ്ടാണ് അധികൃതരുടെ അനാസ്ഥ മൂലം പാതിവഴിയിൽ നിലച്ചത്. വടക്കേക്കാട് മേഖലയിൽ വ്യാജ തൈര് നിർമ്മാണവും വിതരണവും സജീവം. പ്രതിരോധന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ആലോചിക്കാനായി പഞ്ചായത്ത് തലത്തിൽ പൊതുജനാരോഗ്യ സമിതി യോഗം ചേർന്നു. മേഖലയിൽ പരിശോധനകൾ സജീവമാക്കാനും ശക്തമായ നടപടികൾ സ്വീകരിക്കാനും തീരുമാനം. ചാവക്കാട് മണത്തല വിശ്വനാഥ ക്ഷേത്രത്തിന് സമീപം ദേശീയപാത നിർമ്മാണത്തിനിടെ പാലത്തിന്റെ മുകളിൽ നിന്നും ക്രെയിൻ നിയന്ത്രണം വിട്ടുമറിഞ്ഞ അപകടം. ക്രെയിനിൽ ഉണ്ടായിരുന്ന 3 അതിഥി തൊഴിലാളികൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഗുരുവായൂർ നഗരസഭാ പരിധിയിലെ ചക്കംകണ്ടം തീരദേശ റോഡരികിൽ ശുചിമുറി മാലിന്യം ഒഴുക്കാനെത്തിയ ടാങ്കർ ലോറി ചെളിയിൽ താഴ്ന്നു. വാഹനത്തിലുണ്ടായിരുന്ന ഡ്രൈവർ അടക്കമുള്ളവർ വാഹനം ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു. മാലിന്യം തള്ളാൻ എത്തിയവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് നഗരസഭാ അധികൃതർ. അധികൃതരുടെ അനാസ്ഥ. വടുതല വട്ടംപാടം സെന്ററിൽ മാലിന്യവും ദുർഗന്ധവും. കുന്നംകുളം നഗരസഭയുടെ 1-37 വാർഡുകൾ സംഗമിക്കുന്ന വടുതല സെന്ററിലെ ബസ് സ്റ്റോപ്പിന് സമീപത്തും മറ്റു ഭാഗങ്ങളിലുമായാണ് മാലിന്യ കൂമ്പാരം ഉയർന്നത്. നഗരസഭാ അധികൃതർ സത്വര നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തം. പാട്ടബാക്കി നാടകം വീണ്ടും അരങ്ങിലെത്തുന്നു. CPIയുടെ 100ാം വാർഷികത്തിന്റെ ഭാഗമായാണ് നാടകം വീണ്ടും കേരളത്തിൽ ഉടനീളം അവതരിപ്പിക്കുന്നത്. ഒരുക്കങ്ങളായി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. കടിക്കാട് പൊറ്റിയിൽ വീട്ടിൽ സരോജിനി അമ്മയുടെ 1ാം ചരമവാർഷികം ആചരിക്കുന്നു. പരേതയുടെ പാവന സ്മരണകൾക്ക് മുൻപിൽ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങൾ.